ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 30/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഈ ഗഹനമായ ചർച്ചയിലേക്ക് കേൾവിക്കാരനായ നിങ്ങൾക്ക് സ്വാഗതം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു സർവകലാശാലയിലേക്ക് നടന്നു കയറുകയാണ്. അതൊരു സാധാരണ യൂണിവേഴ്സിറ്റി അല്ലല്ലോ. അതെ, തീർച്ചയായും അല്ല. കാരണം അവിടെ ക്ലാസ് എടുക്കുന്ന പ്രൊഫസർ ഒരു മനുഷ്യനല്ല. നമ്മളെക്കുറിച്ച് ഇതുവരെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം പരിമിതമാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒന്നാണ് അവിടുത്തെ സിലബസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ പാരഡൈം ഷിഫ്റ്റ് ആണല്ലേ? അതെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഈ ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള വളരെ കൃത്യമായ യാഥാർത്ഥ്യങ്ങളാണ് ബാബ ഇന്നത്തെ മുരളിയിലൂടെ നമ്മോട് പറയുന്നത്. അതായത്, മനുഷ്യരല്ല മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ, മോശമായതിനെ നല്ലതാക്കി മാറ്റുന്ന ഭോലാനാഥനായ ബാബയാണ് ഇവിടുത്തെ അധ്യാപകൻ. സാധാരണ ലോകത്ത് എന്താ പറയുക, അച്ഛൻ, അധ്യാപകൻ, ഗുരു ഇവരൊക്കെ വ്യത്യസ്ത ആളുകളാണല്ലോ. ശരിയാണ്. അച്ഛനിൽ നിന്ന് സ്നേഹം, അധ്യാപകനിൽ നിന്ന് അറിവ്, ഗുരുവിൽ നിന്ന് ആത്മീയ വഴികാട്ടൽ, അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. കൃത്യം. എന്നാൽ ഇവിടെ ബാബ ഒരേ സമയം ഈ 3 റോളുകളും നിർവഹിക്കുകയാണ്. ഒരേ ഒരു പരമാത്മാവാണ് അച്ഛനും അധ്യാപകനും സദ്ഗുരുവുമായി മാറുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭവമാണ്. ഈ 3 ബന്ധങ്ങളും ഒരാളിൽ തന്നെ വരുമ്പോൾ പഠനം വെറും ഒരു ബൗദ്ധിക പ്രക്രിയ അല്ലാതായി മാറുന്നു, അല്ലേ? തീർച്ചയായും. വെറുതെ നോട്ട്സുകൾ എഴുതിയെടുക്കുന്നതിനപ്പുറം നമ്മുടെ അസ്തിത്വത്തെ തന്നെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന ഒരു പ്രക്രിയയാണിത്. ആ ഒരു ബോധ്യത്തോടെ വേണം കേൾവിക്കാരൻ ഇതിനെ സമീപിക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ശരീരമല്ല, മറിച്ച് ശാശ്വതമായ ആത്മാക്കളാണെന്ന് അടിസ്ഥാന പാഠം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഇന്ന് ബാബ ഇതിലൊരു പുതിയ തലം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പേരുകളെക്കുറിച്ചുള്ള കാര്യം അല്ലേ? അതെ. അതായത്, ഒരാത്മാവ് ഓരോ ജന്മത്തിലും വ്യത്യസ്ത ശരീരങ്ങൾ എടുക്കുമ്പോൾ ആ ശരീരങ്ങൾക്ക് കിട്ടുന്ന പേരുകളും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആ പേരുകളിലൂടെയാണ് നമ്മെ തിരിച്ചറിയുന്നത്. പക്ഷേ ബാബ പറയുന്നത് പരമപിതാവായ ബാബയുടെ പേര് ശിവൻ എന്നത് മാത്രമാണെന്നാണ്. അതിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. കാരണം ശിവനും നമ്മുടേതുപോലെ ജനനമരണങ്ങളിലൂടെ കടന്നുപോകുന്ന സ്വന്തമായൊരു ശരീരമില്ലല്ലോ. ശിവനും ശങ്കരനും രണ്ടാണെന്നും ബാബ കൃത്യമായി പറയുന്നുണ്ട്. അതെ, ഭോലാനാഥനായ ശിവനാണ് അപവിത്രമായതിനെ പവിത്രമാക്കി മാറ്റുന്നതെന്നും ഓർമ്മിപ്പിക്കുന്നു. എനിക്കിത് കേൾക്കുമ്പോൾ ഒരു നാടകത്തിലെ നടന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അതായത്, ഒരു നടൻ നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ തന്റേതെന്ന് വിശ്വസിച്ചാൽ എങ്ങനെയുണ്ടാകും? വളരെ വലിയ അബദ്ധമായിരിക്കും അത്. അതെ, അതുപോലെയാണ് നമ്മൾ ശരീരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതും ആ ലേബലുകളിൽ കുടുങ്ങിക്കിടക്കുന്നതും. പക്ഷെ ഇവിടെ എന്റെ മനസ്സിൽ വരുന്നൊരു വലിയ ചോദ്യമുണ്ട്. എന്താണത്? അതായത്, സ്വന്തമായി ശരീരമില്ലാത്ത തികച്ചും നിരാകാരനായ ബാബ പിന്നെ എങ്ങനെയാണ് ഇത്രയും ഗഹനമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്? സംസാരിക്കാൻ വോക്കൽ കോഡുകൾ പോലും ഇല്ലല്ലോ. ആ ചോദ്യത്തിലാണ് ഈ ജ്ഞാനത്തിന്റെ വലിയൊരടിത്തറ കിടക്കുന്നത്. നിരാകാരനായ പരമാത്മാവ് ആകാശത്തുനിന്നോ ശൂന്യതയിൽ നിന്നോ അശരീരിയായി സംസാരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ്? ബാബ പറയുന്നത് 84 ജന്മങ്ങൾ പൂർത്തിയാക്കിയ ഒരു സാധാരണ മനുഷ്യന്റെ, അതായത് ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ടാണ് ബാബ ഈ ജ്ഞാനം നൽകുന്നത്. ആ ശരീരത്തെ ഒരു മാധ്യമമായി ഉപയോഗിക്കുകയാണ്. ഓഹോ, അപ്പോൾ അതാണ് രീതി. അതെ, ഇതിലൂടെ ബാബ മനുഷ്യരാശിയുടെ വലിയൊരു തെറ്റിദ്ധാരണയെ തിരുത്തുകയാണ്. ദൈവം സർവ്വവ്യാപിയല്ല എന്ന് ബാബ വ്യക്തമാക്കുന്നു. സർവ്വവ്യാപിയല്ലേ? നമ്മൾ കേട്ടിട്ടുള്ളത് ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണല്ലോ. അതാണ് തെറ്റിദ്ധാരണ. ഓരോ മനുഷ്യനിലും അവരുടേതായ വേറിട്ട ആത്മാവാണുള്ളത്. ദൈവം എല്ലാവരിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഇത്രയും അഴിമതിയും ദുഷ്ടതയും ഉണ്ടാകുമായിരുന്നോ? അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കാണേണ്ടത് ഒരു റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സിഗ്നൽ പിടിച്ചെടുക്കുന്ന റിസീവർ പോലെയാണോ? ബ്രഹ്മാവിന്റെ ശരീരം ഒരു റേഡിയോ റിസീവർ പോലെ പ്രവർത്തിക്കുന്നു. വളരെ കൃത്യമായ ഉദാഹരണമാണത്. അറിവ് നൽകാൻ ബാബയ്ക്ക് അങ്ങനെയൊരു പ്രത്യേക മാധ്യമം ആവശ്യമായി വരുന്നു. വളരെ വ്യക്തമായി. ശരി, ആത്മാവിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന രീതിയെക്കുറിച്ചും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി കാലചക്രത്തെക്കുറിച്ചുള്ള ബാബയുടെ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാം. 5000 വർഷത്തെ സൃഷ്ടിചക്രം
അതെ. ഇതിൽ പകുതി സമയം, അതായത് സത്യയുഗവും ത്രേതായുഗവും സമ്പൂർണ്ണ പവിത്രതയുടെ ഈശ്വരീയ രാജ്യമായിരുന്നു എന്ന് ബാബ പറയുന്നു. അവിടെ ദേവീദേവതകൾ സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു. അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അവിടെ കുട്ടികൾ ജനിക്കുന്നത് ഇന്നത്തെ പോലെ കാമവികാരത്തിലൂടെ അല്ല, മറിച്ച് യോഗബലത്തിലൂടെയാണെന്നാണ് ബാബ പറയുന്നത്. അതെ, എന്നാൽ ഇന്ന് നാം ജീവിക്കുന്നത് രാവണരാജ്യത്തിലാണ്, അതായത് കലിയുഗത്തിൽ. ഇതൊരു വികാരി ലോകവും നരകവുമാണല്ലേ? ഇന്ന് കാണുന്ന എല്ലാ അഴിമതിയും മലിനീകരണവും തുടങ്ങുന്നത് ഈ വികാരങ്ങളിൽ നിന്നാണെന്ന് ബാബ പറയുന്നു. പക്ഷേ കേൾവിക്കാരന് സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലേ? തീർച്ചയായും. ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസ്ഥ വെച്ചു നോക്കുമ്പോൾ വികാരങ്ങളില്ലാത്ത യോഗബലത്തിലൂടെ മാത്രം പുതിയ തലമുറയുണ്ടാകുന്ന ഒരു ലോകമെന്ന ആശയം ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? ഇത് പ്രായോഗികമായി എങ്ങനെ സാധ്യമാകും? ഇന്നത്തെ ലോകത്തിരുന്ന് ചിന്തിക്കുമ്പോൾ അത് അസാധ്യമായി തോന്നുക സ്വാഭാവികമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ തമോപ്രധാനമായൊരു ലെൻസിലൂടെയാണ്. അതായത് എല്ലാം ജീർണിച്ച അവസ്ഥയിലുള്ളൊരു ലെൻസ്. അതെ. എന്നാൽ സത്യയുഗം എന്നത് സമ്പൂർണമായും സതോപ്രധാനമായൊരു സമയമാണ്. അവിടെ മനുഷ്യരുടെ മനസ്സ് മാത്രമല്ല, പ്രകൃതിയിലെ 5 തത്വങ്ങൾ പോലും പൂർണ്ണമായും പവിത്രമാണ്. അപ്പോൾ ഇന്നത്തെ പോലെ പ്രകൃതിയും ജീർണിച്ചതല്ല എന്നർത്ഥം. കൃത്യം. മനുഷ്യന്റെ യോഗബലം പ്രകൃതിയെ നിയന്ത്രിക്കാൻ മാത്രം ശക്തമായിരുന്ന കാലമാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നും ലോകം പൂജിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തെ നരകമാക്കിയ രാവണനെ നമ്മൾ പ്രതീകാത്മകമായി കത്തിക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാ? രാവണൻ വെറുമൊരു പത്തലയുള്ള വ്യക്തിയല്ലല്ലോ. അല്ലല്ല. രാവണൻ എന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ 5 വികാരങ്ങളുടെ പ്രതിരൂപമാണ്. ആ വികാരങ്ങളുടെ പിടിയിലമർന്നപ്പോഴാണ് മനുഷ്യന് സ്വന്തം ദിവ്യത്വം നഷ്ടപ്പെട്ടത്. അപ്പോൾ പവിത്രമായ ആ ജനനപ്രക്രിയ അപവിത്രമായി മാറിയതും അങ്ങനെയാണ്. അതെ, അതാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശരിക്കും ആ 5 തത്വങ്ങൾ പോലും പവിത്രമായിരുന്ന കാലമെന്നത് വലിയൊരു ചിന്തയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ രാവണരാജ്യത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ സംഗമയുഗത്തിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് നാം ആ സത്യയുഗത്തിലേക്ക് തിരികെ പോകേണ്ടത്. അതിനായി എന്തു ചെയ്യണം എന്നതിലേക്കാണ് ബാബ അടുത്തതായി വരുന്നത്. വളരെ രസകരമായൊരു കണക്ക് ബാബ ഇവിടെ പറയുന്നുണ്ട്. ജന്മങ്ങളുടെ കണക്കല്ലേ? അതെ. ഈ 5000 വർഷത്തെ ചക്രത്തിൽ എല്ലാവരും ഒരേപോലെ 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. ഉദാഹരണത്തിന് ക്രിസ്തുമതം വന്നിട്ട് 2000 വർഷമായി. ഇസ്ലാം, ബുദ്ധമതം, പിന്നെ സിഖ് മതം വന്നിട്ട് വെറും 500 വർഷമേ ആയിട്ടുള്ളൂ. അതെ. അപ്പോൾ ആ സമയങ്ങളിൽ വരുന്ന ആത്മാക്കൾക്ക് ജന്മങ്ങളുടെ എണ്ണം കുറവായിരിക്കും. എന്നാൽ ബാബ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ആർക്കെത്ര ജന്മം എന്നതിനെക്കുറിച്ച് തർക്കിച്ച് സമയം കളയരുത് എന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അതെ. പകരം പകുതി കൽപ്പമായി നമ്മെ ബാധിച്ച ഈ ഭവരോഗത്തിൽ നിന്ന് മുക്തമാകാൻ 70 ദിവസത്തെ ഭട്ടി, അതായത് ഏകാന്തവാസത്തിലുള്ള പഠനം അത്യാവശ്യമാണെന്ന് ബാബ പറയുന്നു. പുറത്തുള്ള അഴുക്ക് നിറഞ്ഞ സംഘം ഒഴിവാക്കി ബാബയെ ഓർമ്മിക്കുക. ഇത് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ കാര്യമാണ്. കമ്പ്യൂട്ടറിൽ വൈറസ് കയറി ഹാങ് ആയി നിൽക്കുമ്പോൾ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇന്റർനെറ്റിൽ നിന്ന് വിച്ഛേദിക്കുമല്ലോ. വളരെ കൃത്യമായ ഉപമ. ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുമ്പോൾ വൈറസിനെ കളയാൻ ശ്രമിച്ചാൽ വീണ്ടും മാൽവെയറുകൾ വരും. അതുപോലെയല്ലേ ഈ 7 ദിവസത്തെ ഭട്ടി? അതെ. പഴയ ലോകത്തിന്റെ ശീലങ്ങളാകുന്ന ആ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത് നിന്നാൽ ആത്മാവിലെ വൈറസുകളെ കളയാൻ പറ്റില്ല. പുറത്തുനിന്നുള്ള കാഴ്ചകളും സംസാരങ്ങളും വീണ്ടും അഴുക്ക് നിറയ്ക്കും. അപ്പോൾ ആ പൂർണ്ണമായ വിച്ഛേദനം അത്യാവശ്യമാണ്. തീർച്ചയായും. മനസ്സിനെ സേഫ് മോഡിലാക്കി ബാബയുടെ ഓർമ്മയാകുന്ന ആന്റിവൈറസ് റൺ ചെയ്യാനുള്ള സമയമാണത്. പിന്നെ ആ ജന്മങ്ങളുടെ കണക്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തിനാണ് തൽക്കങ്ങളിൽ ഏർപ്പെടരുതെന്ന് ബാബ പറയുന്നത്? അതൊരു ഈഗോ ട്രാപ്പാണ്. മനുഷ്യന്റെ ബുദ്ധി ഇത്തരം കണക്കുകളിൽ അഭിരമിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലചക്രത്തിന്റെ അന്ത്യഘട്ടത്തിലാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതെ. എത്ര ജന്മം എടുത്തു എന്നതിലല്ല, ഇപ്പോൾ എങ്ങനെ പാപങ്ങൾ നശിപ്പിച്ച് പാവനമായി മാറാം എന്നതിലാണ് കാര്യം. അതിനുള്ള വഴി സഹജ രാജയോഗം മാത്രമാണ്. ശരിയാണ്. സ്വന്തം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഈ ഭട്ടിയിലൂടെ നമ്മൾ നമ്മളെ തന്നെ റിബൂട്ട് ചെയ്ത് പവിത്രമായി എന്ന് വെക്കുക.
അതിനുശേഷമുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം? അവിടെയാണ് ബാബ വളരെ ശക്തമായ ചില ഇമേജറികൾ ഉപയോഗിക്കുന്നത്. അതെ, പഴയ വീടിന്റെ ഉദാഹരണം. നാം ജീവിക്കുന്ന പഴയ വീട് ദ്രവിച്ച് പൊളിക്കാൻ പാകത്തിലായി നിൽക്കുകയാണ്. എന്നാൽ പുതിയൊരു വീട് പണിയുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയം ആ പുതിയ വീട്ടിലായിരിക്കുമല്ലോ. തീർച്ചയായും. അതുപോലെ ഈ പഴയ ലോകം നശിക്കാൻ പോവുകയാണെന്ന് സത്യം ഉൾക്കൊണ്ട് നമ്മുടെ മുഖം എപ്പോഴും പുതിയ സ്വർഗത്തിലേക്കായിരിക്കണം എന്ന് ബാബ പറയുന്നു. ശാന്തിധാമവും സുഖധാമവുമാകുന്ന ആ പുതിയ ലോകത്തേക്ക്. ഇതിലും ശക്തമായ മറ്റൊരുദാഹരണം കൂടി ബാബ പറയുന്നുണ്ട്. ശവത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്താ അങ്ങനെ? കാലുകൾ ശ്മശാനത്തിന്റെ ഭാഗത്തേക്കും മുഖം വീടിന്റെ ഭാഗത്തേക്കുമാണ് വെക്കാറുള്ളത്. മരിച്ചുപോയാലും വീടിനോടുള്ള അടുപ്പം കാണിക്കാനാണത്. എന്നാൽ നമ്മളങ്ങനെയല്ല. നമ്മൾ ജീവനോടെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. അതെ അതെ. അതുകൊണ്ട് നമ്മുടെ മുഖം സ്വർഗത്തിലേക്കായിരിക്കണം. ഈ ജീർണിച്ച ലോകത്തിൽ നിന്ന് മുഖം തിരിക്കണം. പിന്നെ ബാബ മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ. സേവനങ്ങളിൽ ഏറ്റവും വലിയ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ തന്നെ അഹങ്കാരമാണെന്ന്. ശരിയാണ്. ഇത് ഞാൻ ചെയ്തു എന്ന ആ ഭാവം അത് മാറ്റാൻ ഞാൻ വെറുമൊരു നിമിത്തം മാത്രമാണ് എന്ന് സദാ ഓർമ്മിക്കണമെന്ന് ബാബ പറയുന്നു. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. പറയൂ. കേൾവിക്കാരനും ഇത് തോന്നാം. ഈ പഴയ ലോകത്ത് തിരക്കുകൾക്കും പ്രശ്നങ്ങൾക്കുമിടയിൽ ജീവിക്കുമ്പോൾ മനസ്സുകൊണ്ട് സ്വർഗത്തിലേക്ക് മുഖം തിരിക്കുക എന്നത് പ്രായോഗികമായി എങ്ങനെ സാധിക്കും? മാത്രമല്ല, ഞാൻ കഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുമ്പോൾ എന്റെ മനസ്സ് അതിന്റെ ക്രെഡിറ്റ് ആഗ്രഹിക്കില്ലേ? അതൊരു സ്വാഭാവികമായ മാനസിക വെല്ലുവിളിയാണ്. അവിടെയാണ് ബാബ നൽകുന്ന വരദാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണത്? നമ്മൾ ഈശ്വരീയ കുലത്തിലെ അംഗങ്ങളാണെന്ന് സദാ സ്മൃതി ഉള്ളിലുണ്ടാകണം. നമ്മൾ ഈ ലോകത്തിലെ വെറും സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മെ തളർത്തും. ശരിയാണ്. ആ ഐഡന്റിറ്റി വളരെ പ്രധാനമാണ്. അതെ. നമ്മൾ പരമാത്മാവിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ചെറുതായി മാറും. അപ്പോൾ മായയെ നേരിടാൻ ശക്തി ലഭിക്കും. പിന്നെ ആ നിമിത്തം എന്ന ഭാവം എങ്ങനെ നിലനിർത്തും? നോക്കൂ, ഞാൻ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയാണ് സകല ദുഃഖങ്ങൾക്കും കാരണം. കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും. അതെ അതെ. എന്നാൽ ഞാൻ വെറുമൊരു ഉപകരണമാണ്, പരമാത്മാവ് എന്നിലൂടെ ചെയ്യിക്കുന്നതാണ് എന്ന് ചിന്തിച്ചാൽ പ്രതീക്ഷകളുടെ ഭാരമില്ല. ആ നിമിത്തഭാവം നമ്മെ ബാധ്യതകളില്ലാതെ കർമ്മം ചെയ്യാൻ സഹായിക്കും. എത്ര വലിയ ആശ്വാസമാണത്! ഇതിനൊപ്പം ബാബ ഒരു സ്ലോഗൻ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യം സമയം വരുമ്പോൾ താനേ തെളിയിക്കപ്പെടും. അത് നമ്മൾ കഷ്ടപ്പെട്ട് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഓഹോ, അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സമാധാനമാണ്. സത്യം തെളിയിക്കാൻ നമ്മൾ എന്തിനു വെറുതെ സ്ട്രെസ് എടുക്കണം, അല്ലേ? തീർച്ചയായും. ആ ഊർജം മുഴുവൻ സംരക്ഷിക്കാനാണ് ബാബ പറയുന്നത്. അതെ, സമയം അത് ഏറ്റവും മനോഹരമായി ചെയ്തുകൊള്ളും. ഇന്ന് നമ്മൾ വളരെ ആഴത്തിലുള്ള ആശയങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, നാം ശരീരങ്ങളല്ല, ശാശ്വതമായ ആത്മാക്കളാണെന്ന തിരിച്ചറിവ് പരമാത്മാവായ ശിവബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ 5000 വർഷത്തെ സൃഷ്ടിചക്രം. അതെ, ആ പഴയ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 70 ദിവസത്തെ ഭട്ടി. കൃത്യം. പിന്നെ നമ്മുടെ മുഖം വരാനിരിക്കുന്ന സ്വർഗത്തിലേക്കായിരിക്കണമെന്നും താൻ വെറുമൊരു നിമിത്തം മാത്രമാണെന്ന മനോഭാവം വളർത്തിയെടുക്കണമെന്നും നമ്മൾ ചർച്ച ചെയ്തു. ഈ നിമിത്തം എന്ന അവസ്ഥ ശരിക്കും ജീവിതത്തിൽ വലിയൊരു ബാലൻസിംഗ് ആക്ടാണ്. സ്ട്രെസ്സുകളിൽ നിന്ന് നമ്മെ പൂർണ്ണമായും അകറ്റി നിർത്തും. അതെ, ആ സമാധാനമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾവിക്കാരനായ നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഞാനൊരു ചെറിയ ചോദ്യം ബാക്കി വയ്ക്കുകയാണ്. നാളത്തെ നിങ്ങളുടെ ദിവസം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇത് ഞാൻ ചെയ്യുന്നതാണ് എന്ന് കരുതുന്നതിനു പകരം ഞാൻ ഇതിനൊരു നിമിത്തം മാത്രമാണ്, പരമാത്മാവ് എന്നിലൂടെ കാര്യങ്ങൾ നടത്തുന്നു എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ എത്രത്തോളം അനാവശ്യ ഭാരമായിരിക്കും ഇല്ലാതാവുക. ആ അഹങ്കാരത്തിന്റെ ഭാരം ഇറക്കി വയ്ക്കുമ്പോഴുള്ള ശാന്തത അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി.